അമേരിക്കയുടെ ട്രംപിന്റെ കാര്യം ഇപ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഏതൊരു യുദ്ധമായിരുന്നോ നടത്തിയിരുന്നതെങ്കിൽ ആ യുദ്ധം ഇപ്പോൾ ട്രംപ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് അടച്ചു കളഞ്ഞു. കപ്പലുകളൊന്നും പ്രവേശിക്കാൻ പാടില്ല, കപ്പലുകൾക്കുള്ള അനുമതിയെല്ലാം നിരോധിച്ചു. അവിടെ കപ്പലുകൾ അങ്ങോട്ട് പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി. പിന്നീട് ചില കപ്പലുകൾക്ക് അനുമതി നൽകുകയും ചെയ്തു. ചില രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ ഇറാനുമായി ബന്ധപ്പെട്ട സഹകരിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ ഏതൊരു യുദ്ധമാണോ ചെയ്തത്, സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് അടക്കുകയായിരുന്നു. ഇപ്പോൾ ആ അടക്കുന്ന കാര്യം ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ട്രംപ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഫലത്തിൽ ഈ യുദ്ധത്തിലൂടെ അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നത് ഇറാൻ മുന്നോട്ട് വെച്ച കാര്യമാണ്. എന്നാൽ ആ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം ഇറാൻ കഷ്ടപ്പെടേണ്ടതില്ല, ഞങ്ങൾ തന്നെ ചെയ്യാമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നാളെ 10 മണിക്ക് ശേഷം US military to begin blockade of all ships entering and exiting Iranian ports tomorrow at 10 o'clock. നാളെ രാവിലെ 10 മണി മുതൽ ഒരു കപ്പലുകളും ഹോർമുസ് കടലിടുക്കിലൂടെ കടക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ പാടില്ലാത്ത രീതിയിലുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് ഇറാന്റെ പോർട്ടിലേക്ക് നീങ്ങുന്ന കപ്പലുകൾ എന്നാണ്. ആ കപ്പലുകൾ ഏത് രാഷ്ട്രത്തിൻ്റെതുമാകാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുന്ന കാര്യം ഇറാനിൽ നിന്നും ഇപ്പോൾ അമേരിക്ക ഏറ്റെടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇറാൻ ലക്ഷ്യം വെച്ചത് ഇത് തന്നെയാണ്, ഈ വലിയ രൂപത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കുക എന്നതാണ്. അതേസമയം ഇവിടെ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാവുക റഷ്യയുടെയും ചൈനയുടെയും മുന്നിലാണ്. റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ റഷ്യയും ചൈനയും ഏത് നിലപാട് സ്വീകരിക്കും, എന്ത് രൂപത്തിലുള്ള പ്രതികരണമായിരിക്കും നടത്തുക എന്നത് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് ഇത് അമേരിക്ക എത്തിക്കും. കാരണം ഇറാൻ പോർട്ടിലേക്ക് വരുന്നത് ചൈനയുടെ കപ്പലുകളാണെങ്കിൽ ചൈന ഇറാനിൽ നിന്ന് ധാരാളം, പേർഷ്യൻ കടലിൽ നിന്ന് ധാരാളം എണ്ണയും മറ്റ് അസംസ്കൃത വസ്തുക്കളും എല്ലാം കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറാനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അത് ലോകത്തെ വൻ ശക്തികൾ തമ്മിലുള്ള, ആണവ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിക്കും. തീർച്ചയായും ചൈനയുടെ ഒരു കപ്പലിനെ ആക്രമിച്ചാൽ ചൈന പ്രതികരിക്കും. അന്താരാഷ്ട്ര തലങ്ങളിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിലൊന്നും ചൈന നേരിട്ട് ഇടപെടാറില്ല. പക്ഷെ ചൈനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരിച്ചടിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് അമേരിക്കക്ക് വലിയൊരു തലവേദന സൃഷ്ടിക്കാൻ പോകുന്നത് ട്രംപിന്റെ അടുത്ത നീക്കമാണ്. അതുപോലെ തന്നെ റഷ്യയുടെ കപ്പൽ, നമുക്കറിയാം ക്യൂബയിലേക്ക് കടന്നു പോകുന്ന കപ്പലുകൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതേ സമയത്ത് റഷ്യയുടെ പതാക വെച്ച കപ്പലിന് അമേരിക്ക അനുമതി നൽകി. കാരണം ആ ഒരു ആക്രമണം റഷ്യൻ കപ്പലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ലോകശക്തികൾ തമ്മിലുള്ള റഷ്യയുമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് എത്തുമെന്നതാണ് അമേരിക്ക അവിടെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയിലാക്കിയത്. എന്നാൽ അതേ ഒരു പ്രതിസന്ധി തന്നെ ഇപ്പോൾ ഇറാൻ വിഷയത്തിലും അമേരിക്ക നേരിടാൻ പോകുന്നു. ഇതുവരെ കൈവച്ച ഓരോ കൈകളും ട്രംപിൻ്റെത് അബദ്ധമായിരുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. ആ കാര്യം അമേരിക്കക്കാർ തന്നെ ട്രംപിനോട് പറഞ്ഞതാണ്. പക്ഷേ ട്രംപ് നെതന്യാഹുവിന്റെ വാക്കുകൾക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു. ആ അടിസ്ഥാനത്തിൽ യുദ്ധം ചെയ്തു. ആ യുദ്ധങ്ങളെല്ലാം പാളിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറി ഇറാന്റെ കപ്പലുകളെ, ഇറാനിലേക്ക് വരുന്ന കപ്പലുകളെ ഉപരോധിക്കുക എന്നത് മാത്രമായി ട്രംപ് പറയുന്നത്. അങ്ങനെ ഹോർമുസ് കടൽ വെച്ച് ഇറാൻ പണമുണ്ടാക്കേണ്ടതില്ല, അത് ഞങ്ങൾ തടയുമെന്നാണ്. കാരണം ഇപ്പോൾ കപ്പൽ സർവീസ് നടത്തുമ്പോൾ ഇന്ധനം ലോകത്തിന്റെ പല ഭാഗത്തേക്കും എത്തുന്നുണ്ട്. പക്ഷേ ഇറാന് പണം നൽകേണ്ടി വരും, ടോൾ നൽകേണ്ടി വരും. പക്ഷെ അതിലൂടെ ഇറാൻ സമ്പാദിക്കേണ്ടതില്ല എന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. മാത്രവുമല്ല ഇറാൻ വളരെ തന്ത്രപൂർവമായ ഒരു നീക്കമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കാരണം ഈ ഒരു വെടിനിർത്തൽ കാലയളവിലാണെങ്കിലും അങ്ങനെ കപ്പലുകൾ $2 മില്യൺ നൽകിക്കൊണ്ട്, ടോൾ നൽകിക്കൊണ്ട് അത് ചാലുവായി കഴിഞ്ഞാൽ, അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് തുടർന്നു കൊണ്ടുപോകാൻ വലിയ പ്രയാസമുണ്ടാവുകയില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നത് ഈ യുദ്ധത്തിന്റെ മറവിൽ ഇറാൻ ചെയ്യുകയാണ്. അമേരിക്ക അതുകൊണ്ട് തന്നെ അതിന്റെ ആരംഭത്തിൽ തന്നെ, അതിന്റെ മുനയിൽ തന്നെ നുള്ളിക്കളയുക എന്നതാണ് ട്രംപ് ഇവിടെ സ്വീകരിക്കുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര തലങ്ങളിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അതിക്രമം കാരണം ലോകം വലിയ പ്രതിസന്ധികളാകുന്നു. മാത്രമല്ല അമേരിക്കയിലും വിലക്കയറ്റം ഉണ്ടാകും, അതേസമയം ഇറാനിലും പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെ ഇറാൻ യുദ്ധത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രമാണ്, സ്വാഭാവികമായും പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെ ആ പ്രതിസന്ധി ലോകത്ത് എല്ലായിടത്തും എത്തണം. ഇറാൻ യുദ്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞത് ഇറാനിൽ സമാധാനമില്ലെങ്കിൽ എവിടെയും സമാധാനം വേണ്ട എന്നാണ്. സമാധാനം എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഇറാനിലും സമാധാനം വേണമെന്നാണ്.
ഈ ഒരു തിയറിയാണ് ഇപ്പോൾ ട്രംപ് നടപ്പാക്കുന്നത്. ഇറാനിൽ പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് ലോകത്തെല്ലായിടങ്ങളിലേക്കും പ്രതിസന്ധി വ്യാപിപ്പിക്കുക എന്ന ഇറാന്റെ തന്ത്രം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ട്രംപ്. അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെട്ട യുദ്ധം എന്ന് പറഞ്ഞാൽ പോരാ, ട്രംപിന്റെ ഏറ്റവും വലിയ മണ്ടൻ യുദ്ധം എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും.